വീണ്ടും കഴിഞ്ഞ ദിവസങ്ങളിൽ വായിച്ച വചനം വായിക്കുന്നു. യെശയ്യാ പ്രവചനം 40-ാം അധ്യായം 31-ാം വാക്യം. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. അവർ തളർന്നു പോകാതെ ഓടും. അവർ ക്ഷീണിച്ചു പോകാതെ നടക്കും. 3 ലെവൽ ഇവിടെ കാണാം. ഒന്നാമത് അവർ പറക്കും. രണ്ടാമത് അവർ ഓടും. മൂന്നാമത് അവർ നടക്കും. ഇതെന്താ തലകുത്തിപ്പോയല്ലോ? നടക്കും, ഓടും, പറക്കും എന്നല്ലേ വരേണ്ടത്? വിശദീകരിക്കട്ടെ. എല്ലാവരും അറിവുള്ളവരാണ്, എന്നാലും കർത്താവ് ഏൽപ്പിച്ച ഒരു ശുശ്രൂഷ ആയതുകൊണ്ട് പറയുക. അതിനൊക്കെ അർത്ഥമുണ്ട്. ഇതൊരു ഡിവൈൻ ഓർഡറാണ്. ഡിവൈൻ ഓർഡറാണ്, ഹ്യൂമൻ ഓർഡർ അല്ല. ഡിവൈൻ ഓർഡർ എന്ന് പറഞ്ഞാൽ ദൈവിക ക്രമം. ദൈവത്തിന്റെ ക്രമമെന്ന് പറയുന്നത് നീ പറക്കണമെന്ന് തന്നെയാണ്. മനുഷ്യൻ പറക്കാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവനാണ്. മനസ്സിലാക്കി തരാം. ചിറകില്ലാതെ പറക്കും. പ്രാവിനെ പോലെ എനിക്ക് ചിറകുണ്ടായിരുന്നെങ്കിൽ എന്ന് പറയുന്ന ആ തിയോളജി അല്ലിത്. യേശു ക്രിസ്തു പുനരുദ്ധാനം ചെയ്ത ശേഷം ശിഷ്യന്മാരിരുന്ന ബിൽഡിങ്ങിനകത്ത് കതക് തുറക്കാതെ വന്നെങ്കിൽ അത് പറക്കുന്നതിനേക്കാളും അത്യുന്നതമായ മാർഗമല്ലേ? എത്യോപ്യയിലെ മന്ത്രിയെ സ്നാനപ്പെടുത്തിയ ഫിലിപ്പോസ് പറന്നല്ലേ പോയെ? അപ്പൊ ദൈവം നമ്മളെ സൃഷ്ടിച്ചത് ഏറ്റവും ഉയർന്ന ലെവലില്ല. പക്ഷികളെക്കാൾ, കഴുകന്മാരെക്കാൾ, കാട്ടാനയേക്കാൾ, പുലിയേക്കാൾ, സിംഹത്തെക്കാൾ അത്യുന്നതനായ ലെവലിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. പക്ഷേ ദൈവത്തെ വിട്ടപ്പോൾ അവന്റെ മെന്റൽ പവറും പോയി, സ്പിരിച്വൽ പവറും പോയി, ശരീരത്തിന്റെ ശക്തിയും. ഇപ്പോ കാട്ടുമൃഗങ്ങൾ അവനേക്കാൾ ശക്തനായി. ആന ചവിട്ടിക്കൊന്നു, കരടി കടിച്ചു കീറിക്കൊന്നു, പുലി എടുത്തോണ്ട് പോയി എന്നൊക്കെ വായിക്കുന്നില്ലേ? അപ്പൊ നോഹയുടെ പെട്ടകത്തിൽ കയറിയപ്പോ മൃഗങ്ങളൊക്കെയോ നോഹയെ കടിച്ചു കീറാഞ്ഞ എന്താ? ഈ പെട്ടകത്തിനകത്ത് തന്നെ എല്ലാ ദിവസവും ഇറച്ചിയാണോ കഴിക്കുന്നത്? ഉള്ളത് കൊണ്ടൊക്കെ റേഷനാ. കരുതി വെച്ച ഫുഡല്ലേ കൊടുക്കാൻ പറ്റൂ. ഫുഡ് പറയുമ്പോൾ ഇവർക്ക് ദേഷ്യം വരണ്ടേ? ദൈവസഭയാൻ പെട്ടകത്തിൽ ഒരാൾ കയറിയാൽ സ്വഭാവം മാറും. നമ്മുടെ വിഷയം അതല്ല. അപ്പോ നീ പറക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പറക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നീ യഹോവയെ കാത്തിരുന്ന് ശക്തി എങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കും. അത് കുറയുമ്പോ ഓടും, വീണ്ടും കുറയുമ്പോൾ നടക്കും. അപ്പൊ നടക്കാൻ തുടങ്ങുമ്പോൾ തന്നെ എന്ത് ചെയ്തോണം? ചാർജ് ചെയ്തോണം, ശക്തിയെ പുതുക്കും. അപ്പോ വീണ്ടും നിനക്ക് ഓടാൻ പറ്റും, പറക്കാൻ പറ്റും. ഇതാണ് എനിക്ക് പറയാനുള്ള അർത്ഥം, എന്റെ ബോധ്യം. വേറെ ചിലർ പറയുന്നത് യൗവനത്തിൽ പറക്കും, മധ്യവയസ്സാവുമ്പോൾ ഓടും, വാർദ്ധക്യത്തിൽ നടക്കും. ശരിയാണ്. പക്ഷേ അകത്തെ മനുഷ്യൻ അധികം ബലപ്പെടുമെന്നല്ലേ വചനം പറയുന്നത്? അങ്ങനെയല്ലേ വചനം പറയുന്നത്?
ഇനി മറ്റൊരു വ്യാഖ്യാനം കേൾക്കണം. ആത്മീയത്തിൽ നല്ല ഉണർവുള്ള സമയത്ത് പറക്കും, പിന്നെ ഇച്ചിരി ഉഴപ്പ് തുടങ്ങുമ്പോൾ ഓടും, വീണ്ടും പിന്മാറ്റക്കാരനാകുമ്പോൾ നടക്കും. ഏതായാലും ഉറപ്പ് പറയാം, യഹോവയെ കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കും. ശക്തി പുതുക്കിയാൽ നീ ഏറ്റവും ഹൈ ലെവലിലേക്ക് ഉയരും. നീ മനസ്സുകൊണ്ട് ഉയരങ്ങളിലേക്ക് പോകും. നിന്റെ സ്പീഡ് കൂടും. ആമേൻ. യെസ്, ഇന്ന് അനേകരുടെ സ്പീഡ് കൂടട്ടെ. ഇന്ന് അനേകർക്ക് പുതിയ ചിറക് ലഭിക്കട്ടെ. ഇന്ന് അനേകരുടെ കാലുകളുടെ തളർച്ച മാറട്ടെ. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ മനസ്സിന്റെ തളർച്ച മാറട്ടെ, നിരാശ മാറട്ടെ. ദൈവമേ, കർത്താവേ, ഇതിങ്ങനെ കേട്ട് കേട്ട് പോകുകയല്ല. ഇന്ന് തന്നെ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് പുതുജീവൻ ഉണ്ടാവട്ടെ. എനിക്ക് കഴിയും, ഞാൻ ജയിക്കും, ഞാൻ മുന്നേറും എന്ന് ചിലരെങ്കിലും ഇന്ന് ആത്മാവിൽ ഏറ്റെടുത്ത് ബലം അനുഭവിക്കട്ടെ. യേശു കർത്താവിൻ്റെ നാമത്തിൽ. ആമേൻ, ആമേൻ, ആമേൻ. ഈ സന്ദേശങ്ങൾ തുടർച്ചയായി നിങ്ങൾക്ക് ലഭിക്കുവാൻ ഞങ്ങളുടെ വാട്സപ്പും ഫേസ്ബുക്കും ഫോളോ ചെയ്യുക.